ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ടീച്ചറമ്മ വിചാരിക്കുന്നു. ടീച്ചറമ്മയും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ 365 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ ജേണിയുടെ ഡേ 58 ആണ്. അപ്പോൾ 57 ദിവസങ്ങൾ നിങ്ങൾ എനിക്കൊപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കണ്ടു, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എല്ലാവരും നല്ല ഹൈ എനർജിയിലാണ് എന്ന് ടീച്ചർമാർ വിശ്വസിക്കുന്നു. മക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത്, നമുക്കെങ്ങനെ എപ്പോഴും നല്ല സ്ട്രോങ് മൈൻഡിലിരിക്കാം. പലരും പറയാറുണ്ട്, ടീച്ചർമാർ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ തളർന്നു പോകുന്നു, ഒരു സന്തോഷമില്ല, സമാധാനമില്ല, വീട്ടിലൊരു സ്വസ്ഥതയില്ല, ജീവിതം എങ്ങനെയൊക്കെയോ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ, നമ്മൾ മറ്റൊരാളുടെ കയ്യിലെ കളിപ്പാവയായി തീരരുത്. മറ്റൊരാളൊരു ഹാപ്പിനെസ്സിൻ്റെ ബട്ടൺ ഞെക്കുമ്പോൾ നമ്മൾ ഹാപ്പി, മറ്റൊരാളൊരു സാഡ്നെസ്സിൻ്റെ ബട്ടൺ ഞെക്കുമ്പോൾ നമ്മൾ സങ്കടം. ഇങ്ങനെ നമ്മൾ നമ്മുടെ സിറ്റുവേഷൻസിനനുസരിച്ചാണ് ഹാപ്പി ആകുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് സന്തോഷമായിരിക്കാൻ പറ്റില്ല. നമ്മുടെ ചോയ്സാണ് നമ്മൾ ഹാപ്പി ആയിരിക്കണോ അതോ സാഡായിരിക്കണോ എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഏത് സാഹചര്യത്തിലും സന്തോഷമായിരിക്കാൻ ശ്രമിക്കാം. അതിന് നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. പലരും പറയൂ, ഈ പോസിറ്റിവിറ്റിയിൽ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ, നെഗറ്റീവായി ഇരുന്നാൽ പോരെ. നെഗറ്റിവിറ്റിയിൽ എന്താണ് പ്രശ്നം എന്നുള്ളത്, നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ വൈബ്രേഷണൽ തലം ഹൈ ആയിരിക്കും. വലിയ വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് നേടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്തകൾ ഉയർന്നതാകണം. ഈ നെഗറ്റീവായിട്ടുള്ള ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നെഗറ്റീവായിട്ടുള്ള മനുഷ്യർ എപ്പോഴും ടെൻഷൻ അടിച്ച്, സ്ട്രെസ് അടിച്ച്, ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തളർന്ന് നിൽക്കുന്നവരായിരിക്കും. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവർ എപ്പോഴും ഒരു വിന്നറെ പോലെ, എനിക്ക് വിജയിക്കണം, എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് നേടാനുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം, അങ്ങനെ ഒരു അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും ഞാൻ ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളൊരു നിശ്ചയദാർഢ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. വളരണോ തളരണോ? നിങ്ങൾ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കും? ഓപ്ഷൻ നമ്പർ 1 തളരണം, ഓപ്ഷൻ നമ്പർ 2 വളരണം. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, തളർന്നിരുന്ന് കരഞ്ഞിരുന്ന് വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കാ നഷ്ടം. നേരെ മറിച്ച് നമ്മൾ വളരാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ കാണണം. ലൈഫിൽ എന്ത് വന്നാലും ആ സിറ്റുവേഷനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാം. വളരണം എന്നുള്ള ആഗ്രഹം മനസ്സിലിങ്ങനെ വളർത്തിയെടുക്കണം. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മോശം സാഹചര്യമാണ് വളരാനുള്ള ഏറ്റവും വളക്കൂറുള്ള മണ്ണ്. നിങ്ങൾ എത്ര മോശം സാഹചര്യത്തിലാണോ നിൽക്കുന്നത്, അത് ഏറ്റവും ബെസ്റ്റാണ്. കാര്യം എന്താ? ആ സാഹചര്യത്തിൽ നിന്ന് എനർജി ഉൾക്കൊണ്ടുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ തളർത്താൻ പറ്റില്ല. തൊട്ടാവാടിയായിട്ട് നിൽക്കരുത്. ഞാൻ ഭയങ്കര തൊട്ടാവാടി, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ വീണു പോകും. ആൾക്കാർ, പ്രത്യേകിച്ചും എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്, ഇങ്ങനെ തൊട്ടാവാടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇട്ട് തട്ടിക്കളിക്കും നമ്മളെ. അതുകൊണ്ട് നല്ല ഒരു മൈൻഡ് സെറ്റ്, നമ്മൾ സ്ട്രോങ് മൈൻഡ് സെറ്റ് നിൽക്കുക. എന്ത് വന്നാലും ഞാൻ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും എന്നുള്ളൊരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വരും. ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. റെഡ് കാർപ്പറ്റ് വിരിച്ചൊരു ഈസി പാത്ത് ഒന്നും അല്ല ലൈഫ്. ലൈഫിൽ പല പരീക്ഷണങ്ങൾ നമുക്ക് വരും, പല രൂപത്തിൽ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ മോശം സാഹചര്യം വരുമ്പോൾ ടീച്ചർമ്മ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, ഓക്കെ, ഇപ്പം എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, ഈ സിറ്റുവേഷനിൽ ഞാൻ കരഞ്ഞും തളർന്നൊന്നും ഇരിക്കത്തില്ല. ടീച്ചർമ്മ പറയുന്ന പോലെ എനിക്ക് ധൈര്യമായിട്ട് അതിനെ നേരിടണമെന്ന് ചിന്തിക്കാം. എന്നിട്ട് നിങ്ങൾ എന്താ, ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ ഇന്ന് തരുന്ന ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉള്ള സാഹചര്യം, ഞാൻ അതിനെ ഓർത്ത് കരഞ്ഞ് വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് മാത്രമാണ് നഷ്ടം. എൻ്റെ സമയം പോവും, എൻ്റെ ജീവിതത്തിലെ നല്ല ദിവസങ്ങൾ പോവും. ഓക്കെ, അതിനെയൊക്കെ മാറ്റി എനിക്കെങ്ങനെ മുന്നോട്ടേക്ക് പോവാം, എനിക്ക് വിജയിക്കാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ഇപ്പം തന്നെ ചിന്തിച്ച് ഒരു തീരുമാനമെടുത്ത് അതിന് വേണ്ടുന്ന ആക്ഷൻ എടുക്കുക. അതാണ് ഇന്ന് തരുന്ന ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ നല്ല സന്തോഷമായിരിക്കുക, നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ ഇരിക്കുക, നല്ല എനർജറ്റിക് ആൻഡ് ആക്റ്റീവ് ആയിട്ടിരിക്കുക, ജില്ലായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചാറ്റാ ബൈ ബൈ, ലവ് യു.